ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് ദുബായിലെ ഗ്ലോബൽ വില്ലേജിൻ്റെ കുറേ കാഴ്ചകളാണ്. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എക്സിബിഷൻ നടക്കുന്നത് പോലെ തന്നെ ആണേലും ഇത് കുറേ കൂടെ വിശാലമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും, ഏകദേശം എല്ലാ രാജ്യങ്ങളും ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് പോയിൻറ്റ്. ഇതിൽ എല്ലാ രാജ്യങ്ങളുമൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആഫ്രിക്കയുടെ പവലിയൻ, പിന്നെ ഒമാൻ്റെ പവലിയൻ, ടർക്കിയുടെ പവലിയൻ, ഇതൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടത്. അത് വളരെ അട്രാക്റ്റീവായിരുന്നു, അതുപോലെ തന്നെ വളരെ ആക്റ്റീവായിരുന്നു. അമേരിക്കയുടെ ഫ്രണ്ട് ഇത്രയും ഭംഗിയിലൊക്കെ ഉണ്ട്, പക്ഷെ അകത്ത് കയറിയിട്ട് വളരെ ശുഷ്കമാണ്. അടുത്തത് ഇവിടെ കാണുന്നത് ഒരു ടർക്കി പവലിയനാണ്. ടർക്കി അട്രാക്റ്റീവായിരുന്നു, അതുപോലെ തന്നെ വളരെ ആക്റ്റീവായിരുന്നു. ആ പാട്ടും അതനുസരിച്ച് ഡാൻസ് വെക്കുന്ന തുർക്കിക്കാരും, അതിൻ്റെ മുമ്പിൽ ഇഷ്ടംപോലെ ഫുഡ് കോർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഈ കാർണിവൽ ഗ്രൗണ്ട്. അപ്പോൾ അവിടെ ഇതുപോലെ നല്ല ഡാൻസുകളും പാട്ടുകളും. അതിലിപ്പോൾ ആദ്യം കേട്ടത് നമ്മുടെ ഒരു തമിഴ് അടിച്ചുപൊളിപ്പാട്ടാണ്. ഇഷ്ടം പോലെ തരം റൈഡുകളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായിട്ട്, അതുപോലെ കുട്ടികൾക്കും വളരെ സന്തോഷമായിരിക്കും. ഇപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പവലിയനുകളാണ്. അപ്പൊ അത് പല രാജ്യങ്ങളുടെ പവലിയനുകളാണ്. അടുത്തതായിട്ട് നമ്മൾ ആഫ്രിക്കൻ പവലിയനുകളുടെ കണ്ടപ്പോ തോന്നിയൊന്നും ഇല്ലായിരിക്കും, പക്ഷെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ വളരെ ധാരാളം കാണാനും ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവരുടെ യുവതിയുവാക്കളുടെ ഡാൻസ് ഭയങ്കര എനർജി വേണ്ട തരം ഡാൻസുകളായി. അപ്പൊ ഇത് കുറെ ഡാൻസുകളുള്ളത്, അതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വേറൊരു എപ്പിസോഡിൽ അത് മൊത്തം ഇടാം. ഇപ്പോൾ കണ്ടതിൽ ആദ്യം ടർക്കിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ ആഫ്രിക്കൻ പവലിയൻ കഴിഞ്ഞിട്ട് ഞാൻ പോയത് ഒരു ഒമാന്റെ പവലിയൻ. അതും പവലിയനിലുള്ള കാഴ്ചകളെല്ലാം സാധാരണ രീതിയിലാണ്, പക്ഷെ ഒരു ഒമാൻകാരത്ത് നിന്നുണ്ട് തകർത്ത് പാടുന്നതും ജനം അത് കേട്ട് ആസ്വദിക്കുന്നതുമായിട്ട് ഒരു വർണ്ണന. അതെനിക്കും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ
അതാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ UAE-യുടെ പവലിയൻ, സൗദി അറേബ്യയുടെ, റഷ്യയുടെ പവലിയൻ, ചൈനയുടെ പവലിയനിൽ കൂടുതലും ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളായിരുന്നു. അതുപോലെ അഫ്ഗാനിസ്ഥാൻ്റെ പവലിയൻ, അതിൽ കൂടുതലും തുണികൾ. അതുപോലെ പാകിസ്ഥാൻ്റെ അതും ഈ കൂടുതലും തുണികളുടെ സ്റ്റാളുകളായി. പിന്നെ ജപ്പാൻ്റെ പവലിയൻ ഉണ്ടായിരുന്നു, തൈവാൻ്റെ പവലിയൻ. അവിടെയൊക്കെ ഫുഡ് ഐറ്റംസ് ആയിരുന്നു വളരെ കൂടുതൽ, ഫുഡ് ഐറ്റംസും ജ്യൂസുകളും ഒക്കെ ആയിരുന്നു. ഇന്ത്യൻ പവലിയൻ തരക്കേടില്ല എന്ന് പറയാന്നുള്ളതേ ഉള്ളൂ. അതുപോലെ നമുക്കിവിടെ അതിൻ്റെ മുമ്പിൽ തട്ടുകടയാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ മസാല ദോശ ഉണ്ടാക്കി മൈതിലി തരുന്ന ഒരു തട്ടുകട. പക്ഷേ മസാല ദോശക്ക് 600 രൂപ, നമ്മുടെ ഇന്ത്യൻ കറൻസി 600 രൂപയ്ക്ക് മുകളിൽ. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഗ്ലോബൽ വില്ലേജ് നമ്മൾ വീഡിയോയിൽ പകർത്തിയതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബാക്കി അത് ഇട്ട് തീരുമ്പോഴേ മൊത്തം ഇടാനാണെങ്കിൽ ഒരു 3 മണിക്കൂർ. അപ്പോൾ അത് കട്ട് ചെയ്ത് ചെറുതാക്കി ഇട്ടിരിക്കുകയാണ്. നിങ്ങളിതൊന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.